ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാമൊഴിയേകാൻ ലോകം. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമം. ഇന്ത്യൻ സമയം 1:30 വത്തിക്കാനിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഏകദേശം 2 ലക്ഷത്തിലധികം പേർ ചടങ്ങുകൾക്ക് സെന്റ് പീറ്റേഴ്സിൽ എത്തുമെന്നാണ് കരുതുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കേരളത്തെ പ്രതിനിധീകരിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ വത്തിക്കാനിലെത്തി. ഏപ്രിൽ 21-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത്. പക്ഷാഘാതവും ഹൃദയസ്തംഭനവുമാണ് മരണകാരണമെന്നാണ് വത്തിക്കാൻ അറിയിച്ചത്. തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കണമെന്നും പൗളിൻ ചാപ്പലിനും ഫോർസ ചാപ്പലിനും നടുവിലായി ശവകുടീരം ഒരുക്കണമെന്നും മാർപ്പാപ്പ മരണപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് 2013 മാർച്ച് 19-നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ 266ാമത് പോപ്പായി സ്ഥാനമേറ്റത്. ജോർജ് മാരിയോ ബർഗോളിയോ എന്നതാണ് യഥാർത്ഥ പേര്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടുള്ള ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. പോപ്പായി തെരഞ്ഞെടുക്കുന്നതിനു മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു അദ്ദേഹം. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പോപ്പായ ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.